ധീരനായ ബോബി ആമ. പണ്ടൊരിക്കല് വെട്ടിത്തിളങ്ങുന്ന കടലിന്റെ അടിത്തട്ടിൽ ബോബി എന്നൊരു കുഞ്ഞനാമയുണ്ടായിരുന്നു. ഒരു കല്ലിന്റെ വലുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ പുറന്തോടിന്. പക്ഷെ അവന്റെ കുഞ്ഞു മനസ്സിൽ നിറയെ വലിയ സ്വപ്നങ്ങളായിരുന്നു. എല്ലാ വർഷവും നടക്കുന്ന പവിഴപ്പുറ്റോട്ടത്തിൽ മിന്നൽ വേഗത്തിൽ പായുന്ന മീനുകളുടെ കൂടെ മത്സരിക്കണം. അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആമയോ മീനോട്ടത്തിലോ? ചിണ്ടൻ കോമാളി മീൻ ചിരിയോടെ ചോദിച്ചു. നീ വരുമ്പോഴേക്കും ഇവിടത്തെ ഒച്ചുകൾ പോലും ഓടിത്തീരുമല്ലോ. അവന്റെ കൂട്ടുകാരി ചക്കി കളിയാക്കി. ഓറഞ്ചും വെള്ളയും നിറത്തിൽ ഒരു മിന്നായം പോലെ അവർ നീന്തിപ്പോയി. പിന്നാലെ കുറെ കുമിളകളും ഒരുപാട് ചിരിയും ബാക്കിയായി. ഇതുകേട്ട് ബോബിയുടെ കുഞ്ഞുമനസ്സ് വല്ലാതെ വേദനിച്ചു. വേഗത്തിൽ നീന്തുന്നവരെയൊക്കെ അവൻ നോക്കി നിന്നു. പക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വാശിയുടെ തീപ്പൊരി കെടാതെ നിന്നു. വേഗത മാത്രമല്ലല്ലോ എല്ലാം. ഉറക്കം തൂങ്ങിയിരുന്ന ഒരു നക്ഷത്രമീനിനോട് അവൻ പതിയെ പറഞ്ഞു. അങ്ങനെ ആ വലിയ ഓട്ടമത്സരത്തിന്റെ ദിവസം വന്നെത്തി. പവിഴപ്പുറ്റുകൾക്കിടയിൽ കടൽപ്പായൽ കൊണ്ടുള്ള തോരണങ്ങൾ പാറിപ്പറന്നു. മത്സരാർത്ഥികളെല്ലാം ഓട്ടം തുടങ്ങാൻ തയ്യാറായി നിന്നതും പെട്ടെന്നതാ അവരുടെ മുകളിൽ വലിയൊരു കറുത്ത നിഴൽ വീഴുന്നു. അതൊരു മീൻവലയായിരുന്നു. അയ്യോ, രക്ഷിക്കണേ, ഞങ്ങൾ കുടുങ്ങിപ്പോയി. മീനുകൾ ഉറക്കെ കരഞ്ഞു. അവരെത്രയൊക്കെ കുതറിമാറാൻ ശ്രമിച്ചുവോ അത്രയധികം വലയുടെ കയറുകൾ മുറുകി. വേഗക്കാരുമല്ലാത്തവരുമായ എല്ലാ മീനുകളും ആ വലയിൽ കുടുങ്ങി. ഒരു കടൽ സ്പോഞ്ചിന്റെ പിന്നിൽ നിന്ന് ബോബി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ വളരെ ചെറുതായതുകൊണ്ട് വലയിൽ കുടുങ്ങിയില്ല. തന്റെ കൂട്ടുകാരുടെ പേടിച്ച മുഖം കണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നവൻ ഉറപ്പായി. അവൻ പതിയെ വലയുടെ അടുത്തേക്ക് നീന്തി. വലയുടെ കെട്ടുകൾ നല്ല കട്ടിയുള്ളതായിരുന്നു. പക്ഷേ അതിനിടയിലെ കണ്ണികൾക്ക് കുറച്ച് വലിപ്പമുണ്ടായിരുന്നു. മീനുകൾക്ക് രക്ഷപ്പെടാൻ മാത്രം വലുതല്ല. പക്ഷേ ബോബിയെപ്പോലൊരു കുഞ്ഞനാമയ്ക്ക് അതൊരു തുറന്ന വാതിൽ പോലെയായിരുന്നു. ഒട്ടും പേടിക്കാതെ ബോബി ആ വലക്കണ്ണിയിലൂടെ എളുപ്പത്തിൽ ഉള്ളിലേക്ക് കടന്നു. വലയെ ഒന്നിച്ചു നിർത്തുന്ന വലിയ കെട്ട് അവൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കട്ടിയുള്ള കയറിൽ കടിക്കാനും തള്ളാനും തുടങ്ങി. അവസാനം സർവശക്തിയുമെടുത്ത് ഒരൊറ്റ തള്ള്. ആ വലിയ കെട്ടഴിഞ്ഞു. വല തുറന്നു. എല്ലാ മീനുകളും പുറത്തേക്ക് പാഞ്ഞു. ബോബി, നീയാണത് ചെയ്തത്, അവരെല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു. നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. അന്നത്തെ ഓട്ടമത്സരത്തിൽ ബോബിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല. പക്ഷേ അവനതിലും വലിയൊരു കാര്യം നേടി. അന്ന് മുതൽ ആ കുഞ്ഞൻ ആമയെ കാണുമ്പോഴൊന്നും ആരും അവനെ പതുക്കെ പോകുന്നവൻ എന്ന് വിളിച്ചില്ല. പകരം ആ വലിയ കടലിലെ ഏറ്റവും ധൈര്യശാലിയായ വീരൻ ബോബി എന്ന് വിളിച്ചു.